ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോണത്. എനിക്കല്ല സങ്കടമുണ്ട് ഇപ്പാനെ വിട്ടു പോരാന്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് 3 വർഷത്തിന് ശേഷമാണ്. ഇതുവരെ ഓരോ സാഹചര്യത്താൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് പോരാൻ കഴിഞ്ഞിട്ടില്ല, പോകാനും വരാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇപ്പം കൂടെ ഇല്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത് വല്ലാത്തൊരു സങ്കടം. നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂഡിലല്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഓവറോൾ ഒരു ടെൻഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹറിബറിയിലാണ് ഞങ്ങൾ വന്നത്. പിന്നെ സന്തോഷമുണ്ട്, നാട്ടിലേക്ക് പോവല്ലേ എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടം എനിക്ക് ഇപ്പാനെ വിട്ടു പോവാന്ന് പറയുമ്പോൾ എനിക്ക് അതിനു. അതെ, കുറച്ച് കഴിഞ്ഞാൽ അവളെ ചിരി കാണാം നമുക്ക്. സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുണ്ടാവുമല്ലോ. നമ്മൾ ഇതുവരെ ജിദ്ദ ഞങ്ങൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത്, എന്താ പറയുക, എല്ലാ പ്രാവശ്യത്തെ പോലെ ഇല്ലായിരുന്നു. പിന്നെ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ചുണ്ടായപ്പോൾ നല്ല രസമായിരുന്നു. മറ്റത് നമ്മളൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാനു ഉമ്മയായിരുന്നു സൗദിയിൽ ഉണ്ടായിരുന്നത്, ഇവിടെ ജിദ്ദയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഗൾഫ് എയർ ആയിരുന്നു. ബഹ്റൈൻ വഴി കണക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ പോണത്. കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങളിത് ഉപ്പാനോട് ചോദിച്ച് വാങ്ങിയതാണ്. കാരണം ഞങ്ങൾക്ക് കണക്റ്റായിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്ലൈറ്റിലെത്തി കുറച്ചൊക്കെ നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പോൾ സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം ഫ്ലൈറ്റിലിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഉപ്പ വിളിച്ച് ഉപ്പാനോട് സംസാരിച്ച്. അപ്പോൾ കൂടുതൽ സങ്കടമായി എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ ഇപ്പാക്കും സങ്കടമുണ്ട്, ഞമ്മക്കും സങ്കടമുണ്ട്. പക്ഷെ വേറൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ നാട്ടിൽ പോകുന്നത് അതൊരു സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഗൈസ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത് ഉച്ചക്ക് 1:15 4:15 വൈകുന്നേരം 4:15 ബഹ്റൈനിൽ ലാൻഡ് ചെയ്യുന്നത്. 4 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു. അപ്പോൾ ടേക്ക് ഓഫ് ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുഡ് എത്തി. ഫുഡ് സാൻഡ്വിച്ച് പ്ലസ് ഒരു ഡേറ്റ്സിൻ്റെ ഒരു കേക്കായിരുന്നു. അപ്പോൾ ബഹ്റൈനിൽ ലാൻഡ് ചെയ്ത ഒരു വ്യൂ ആണിത്. ബഹ്റൈൻ എയർപോർട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബഹ്റൈൻ എയർപോർട്ടിനെ കുറിച്ച് പറയാൻ, വെയിറ്റിംഗ് ചെയ്യുന്നവർക്ക് അവിടെ പാർക്കുണ്ട്, കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഇത് വലിയ എയർപോർട്ടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഫെസിലിറ്റിയാണ്, എല്ലാതും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങാനാണെങ്കിലും ഷോപ്പുകളുണ്ട്, ഫുഡ് കോർണേഴ്സ് ഉണ്ട്. അങ്ങനെ ഗൈസ് നമുക്ക് 8:30 ഫ്ലൈറ്റ്. 4:15 നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. 8:30 ഫ്ലൈറ്റ്. അത്ര നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളെ ടൈം ആയപ്പം അവരെ പറ്റിച്ചു ഗൈസ്. അവര് പറഞ്ഞു നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. പിന്നെ അവരെപ്പോഴാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്? ഫ്ലൈറ്റ് പറഞ്ഞത് പിറ്റേ ദിവസം, അതായത് പുലർച്ചെ 2 മണിക്കാണ്. 2 ആ ടൈം ആകുമ്പം ആണെന്ന് അവർ പറഞ്ഞു. അവർ കൺഫേം ചെയ്തിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളാകെ ഭയങ്കര ഷോക്കായാണ്. അല്ലെങ്കിലേ നല്ല വെയിറ്റ് ചെയ്ത് കണ്ടാണ്, നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി വന്നപ്പോൾ അവര് ഫുഡ് റെക്കമെൻഡ് ചെയ്തിരുന്നു. അതേപോലെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റും റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറിയില്ല, കാരണം അഥവായിട്ട് പ്ലെയിൻ മിസ്സായാലോ വിചാരിച്ചിട്ട്. പക്ഷെ ഫുഡ് ഞങ്ങൾ കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ ഒരുപാട് ഗെയിംസ് കളിച്ചു. പിന്നെ അതേമാതിരി ആ ഫ്ലൈറ്റിലുള്ള എല്ലാവരും നമ്മൾ നല്ല കമ്പനിയായി. കാരണം എല്ലാവരും മലയാളീസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരായിട്ടും നല്ല കമ്പനിയായി. അപ്പോൾ അവരായിട്ട് കുറേ ഗെയിംസ്, അതുമാതിരി ഒരുപാട് സംസാരിച്ച് കുറേ ഫണ്ണി വീഡിയോസ് ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ അതിനുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ കൂടെ ഞങ്ങൾ വളരെ ടയേർഡായി. ഒന്നാമത് ആ ഒരു സിറ്റിംഗ് ഏരിയയിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ എയർപോർട്ട് മൊത്തം ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എയർപോർട്ട് മൊത്തം ഞങ്ങൾ കണ്ടു. അങ്ങനെ പിന്നെ അവിടുന്ന് അവർ പറഞ്ഞു ഫ്ലൈറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു 2:15 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അവിടുന്ന് ഇപ്പം ബഹ്റൈനിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ബഹ്റൈൻ ഏരിയത്തെ നൈറ്റ് വ്യൂ ആട്ടോ ഗൈസ്. ഇത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ എനിക്ക് തോന്നുന്നത് നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക, വേറൊരു തരം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസം. ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിരിക്കാൻ തോന്നുന്നു.
പകലാണെങ്കിൽ ഇത്ര ഭംഗി കിട്ടൂല, നൈറ്റ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ, ആ ലൈറ്റും അങ്ങനെ ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് എത്തി. ഫുഡ് സോസേജ്, പിന്നെ മാഷ്ഡ് പൊട്ടറ്റോയും എഗ്ഗും ആയിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഒരു ബ്രെഡും, ഒരു ഫ്രൂട്ടിന്റെ ഒരു ബ്രെഡും ഉണ്ടായിരുന്നു. ഒരു ഷുഗർ ടൈപ്പ് ആണ്. ഞങ്ങൾക്ക് ആർക്കും സോസേജിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ അത് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഗൾഫ് ഫെയറിലെ ഫുഡ് അടിപൊളിയാണ്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് എണീറ്റപ്പോൾ ഇതാണ് ഗൈസ് വ്യൂ. നമ്മൾ എണീറ്റപ്പോൾ തന്നെ രാവിലായി. ഞങ്ങൾക്ക് അവിടെ അറൈവൽ ടൈം 10 മണിക്കായിരുന്നു. സാധാരണ ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ലെങ്കിൽ പുലർച്ചെ 4 മണിക്ക് എത്തേണ്ട ഞങ്ങളാണ് രാവിലെ 10 മണിക്കാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. എന്താ പറയുക, സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയും ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ റിലേറ്റീവ്സിനൊന്നും ഞങ്ങൾ അറിയിച്ചത് ബഹ്റൈനിൽ നിന്നാണ്. നമ്മൾ ജിദ്ദയിൽ നിന്ന് കയറിയ സമയത്ത് അവരോട് പറഞ്ഞത് നമ്മൾ പുലർച്ചെ 4 മണിക്ക് എത്തുന്നായിരുന്നു. അങ്ങനെ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബഹ്റൈനിൽ എത്തിയപ്പോഴാണല്ലോ ടൈമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയത്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ പെട്ടെന്ന് അവരൊക്കെ അറിയിച്ചതാണ്. നമ്മൾ ആ ടൈമിൽ അവർക്ക് നൈറ്റ് ആണല്ലോ, അവർ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വോയിസ് അയച്ചിരിക്കുകയാണ്, അവർ കണ്ടിക്കണോ കേട്ടിക്കണോ ഒന്നും അറിയില്ലായിരുന്നു. അവർ എയർപോർട്ടിൽ ഉണ്ടാവുമോ ആ ടൈമൊന്നും. അങ്ങനെ 7 മണിക്കൂറും 9 മിനിറ്റിൻ്റെ യാത്ര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്വന്തം നാട്ടിലെത്തിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു, ലഗേജ് ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ചെക്കിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എത്തി ഞങ്ങൾ റിലേറ്റീവ്സിനെ കണ്ട് വീട്ടിലെത്തിയപ്പോഴാണ് പിന്നെ ഈ ഒരു കാര്യത്തിൻ്റെ ഓർമ്മ വരുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ അവിടെ എത്തി നൈറ്റിൽ നല്ലൊരു മഴ പെയ്തു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.